ഹലോ സുഹൃത്തുക്കളെ, സമുബ്രോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇടായിരിക്കുമായിരുന്നു ഗൈസ്, ഭയങ്കര തിരക്കിലായിപ്പോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു, നേരെ ഇലവന്തിട്ടയിൽ നിന്ന് കമ്പം തേക്കടി, അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു. അപ്പം അന്ന് നമ്മുടെ ട്രാവലിംഗ് പാർട്ണറായിട്ട് കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ സ്വന്തം വീനസ് ഹോളിഡേയ്സിൻ്റെ ഡിങ്കം വണ്ടിയായിരുന്നു. അപ്പം ഡിങ്കൻ്റെ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ സ്വന്തം കൊച്ചത്തെ ഷാമനാണ്. അത് മാത്രമല്ല, ക്രൂ ആയിട്ട് അതിനകത്തുള്ളത് നമ്മുടെ ചങ്ക് ബ്രോ അജിയുമാണ്. അപ്പോൾ അവരെ നമുക്ക് വഴിയെ കാണാം. അപ്പം ഞങ്ങൾ നേരെ പോയി ട്രിപ്പ് ആളെയൊക്കെ എടുത്തു നേരെ മുണ്ടക്കയം വഴിയാണ് പോകുന്നത്. ഡീസലൊക്കെ അടിച്ചിട്ട് നേരെ റാണി ഹോട്ടലായിരുന്നു അവർക്ക് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പരുന്തുംപാറയ്ക്ക് ചെന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അജിയണനും വ്ളോഗിനകത്ത് എന്തെങ്കിലും പറയണമെന്ന്. അപ്പോൾ നമ്മുടെ പാർട്ടി പരുന്തുംപാറ ചുറ്റിക്കറങ്ങാനായിട്ട് പോയി. അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുഞ്ഞുങ്ങൾ നടത്തുന്ന ഒരു പാവക്കട ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പൈലറ്റ് ശ്യാമണ്ണനും ക്രൂ അജിയണ്ണനും കൂടെ നേരെ ഇറങ്ങി അവിടെ പോയി രാമയും മുയലും മേടിച്ച് വണ്ടിയുടെ ഫ്രണ്ടിൽ നല്ല സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ വേറൊരു കടയിൽ ഒരു കറിക്കുടൻ്റെ ഉടുപ്പൊക്കെ ഊരി കിടക്കുന്നു. അങ്ങനെ നമ്മുടെ ശ്യാമണ്ണൻ പോയി അതിന് ഉടുപ്പൊക്കെ സെറ്റാക്കി ഇട്ട് കൊടുത്തു. പിന്നെ കേസ് നമ്മൾ എവിടെ ചെന്നാലും കാണുന്ന പോലെ കുതിരസവാരി ഇവിടെയുണ്ട്, അതുപോലെ തന്നെ ജീപ്പ് ട്രക്കിംഗ് ഒക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ പെർഹെഡ് 100 രൂപ ആയിരുന്നു. അപ്പോൾ കുതിര കയറാനുള്ള ആഗ്രഹം കൊടുത്ത് റേറ്റ് ചോദിക്കാനായിട്ട് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ പാർട്ടി തിരിച്ചു വന്നു. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ കമ്പത്ത് ചെല്ലാനുണ്ട്. അപ്പോൾ കമ്പത്ത് മുന്തിരിത്തോപ്പാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മുടെ പാർട്ടിയൊക്കെ വണ്ടിക്കകത്ത് കയറ്റി നമ്മൾ വണ്ടി അവിടെ നിന്ന് ഇറങ്ങി വരുന്നൊരു സീനാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ഡിങ്കൻ ബോയുടെ കോക്പിറ്റ്. നമ്മുടെ പൈലറ്റ് വിമാനം നിയന്ത്രിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനും അജിയണ്ണനും തേയിലക്കൃഷിയുടെ ബിസിനസ് ചെയ്തുള്ള ലാഭനഷ്ടങ്ങളെ പറ്റിയും ചർച്ച ചെയ്തു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഞങ്ങൾ ചെക്ക് പോസ്റ്റിലെത്തി. ഇതാണ് ഗൈസ് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ കുമളി ചെക്ക് പോസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഒരു പെർമിറ്റ് എടുത്തിട്ടുണ്ട്, ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും വെച്ച്. അതപ്പോൾ ഓൺലൈനിൽ എടുത്തതായതുകൊണ്ട് നമ്മൾ അതിൻ്റെ പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് നേരെ അവിടെ ഔട്ട് പോസ്റ്റിൽ കൊടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അവിടെ ഔട്ട് പോസ്റ്റിലെല്ലാം കൊടുത്തു. എന്നിട്ട് നേരെ ഞങ്ങൾ കമ്പം ലക്ഷ്യമിട്ട് നമ്മുടെ ചുരം ഇറങ്ങുന്ന സീനാണ് ഗൈസ് ഇത്. അപ്പം ഭയങ്കര തിരക്കുള്ളൊരു റോഡാണ്. അതുപോലെ തന്നെ വലിയ വണ്ടികൾ നല്ലതായിട്ട് കയറി പോകുന്നൊരു റോഡാണ് കുട്ടിക്കാനം കുമളി റോഡ്. അപ്പം നല്ല ചെറിയ റോഡാണ് ഗൈസ്, സൂക്ഷിച്ച് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വലിയ വണ്ടി ആയതുകൊണ്ട് പെതുക്കെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ പൈലറ്റ് ശ്രദ്ധിച്ച് പെതുക്കെ ഇറങ്ങി നമ്മുടെ കമ്പം ഹൈവേ ചെന്നിറങ്ങി. അവിടെ നമ്മൾ നേരെ കമ്പത്തിലേക്ക് ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ കമ്പത്തെത്തി ആളെ ഇറക്കി മുന്തിരിത്തോപ്പ് കാണാനായിട്ട് ഞാനും അജിയണ്ണനും പുറകെ പോയി. ഗൈസ് ഒരുപാട് മുന്തിരിത്തോട്ടം